ഹലോ, ഒരു മിനിറ്റേ, ആരും പോകരുതേ. കുറച്ച് സമയം ഞങ്ങളുടെ കഥ കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാവണം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അല്ല, നമ്മൾ ഓരോരുത്തരുടെയും കഥയാണ് കേട്ടോ. എല്ലാ വായാടി പെൺകുട്ടികളുടെയും കഥയാണിത്. ഒരു തലമുറയുടെ തന്നെ സമ്പത്താണ്. നമ്മുടെ കുഞ്ഞുനാളിലെ ഓർമ്മകളില്ലേ, നമ്മൾ നമ്മുടെ അമ്മമാരുടെ വിരലുകൾ പിടിച്ച് നടന്നിരുന്ന ഒരു കാലം, അവരുടെ സാരിതുമ്പത്ത് പിടിച്ച് ഓടിക്കളിച്ചിരുന്നൊരു പ്രായം. എന്തിനു പറയുന്നു, അവർ നമ്മളെ കുളിപ്പിച്ചൊരുക്കി കണ്ണീരി പൊട്ട് തൊട്ട് നല്ല ഉടുപ്പൊക്കെ ഇടിയിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടായിരുന്നില്ലേ? എപ്പോഴും അവർ നമ്മുടെ കൂടെ വേണമെന്ന് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? എന്തിനു പറയുന്നു, അമ്മമാർ വാരി തന്നിരുന്ന ആ അവസാനത്തെ ഉരുളയ്ക്ക് പോലും ഒരു പ്രത്യേക രുചിയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എന്തിനോടും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇനി അമ്മമാർക്ക് ശേഷം ഞങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാരാരെന്നറിയോ? ഞങ്ങളുടെ ചേച്ചിമാർ, ഞങ്ങളുടെ ചേട്ടത്തിമാർ, ഞങ്ങളുടെ ചേച്ചിയമ്മമാർ. ഞങ്ങൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അവരുടെ അലമാരിലെ ചുരിദാറിനോടും സാരിയോടും ധാവണിയോടും ആയിരുന്നു ഏറ്റവും ഇഷ്ടം. അവരുടെ മാലകളും വളകളും എങ്ങനെ അടിച്ചു മാറ്റാമെന്നായിരുന്നു ഞങ്ങളുടെ ചിന്ത. അവരെ പോലെ നഖം നീട്ടി വളർത്തണം, മുടി പിന്നണം, നെയിൽ പോളിഷ് അടിക്കണം. നെയിൽ പോളിഷ് അല്ല, ക്യൂടെക്സ്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ മറ്റ് ആഗ്രഹങ്ങൾ. ഇനി ഇത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാർ ഞങ്ങളുടെ സ്വന്തം കൂട്ടുകാരികൾ, ഞങ്ങളുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരെ. ഞങ്ങൾ ഒരേ ബെഞ്ചിൽ കുറേ വർഷം ഒരുമിച്ചിരുന്ന് പഠിച്ചിട്ടുണ്ട്, ഒരേ ഹോസ്റ്റൽ റൂമിൽ താമസിച്ചിട്ടുണ്ട്. 24 മണിക്കൂർ കിട്ടിയാലും ഞങ്ങൾക്ക് മതി വരില്ല. സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ പഴയ ഓട്ടോഗ്രാഫും തിരിച്ചു നോക്കിയാൽ മതി. അതിലുണ്ടാവും ഐശ്വര്യയും, ആനയും, അനുവും, ലതയും, ഷീലയും, പിന്നെ ആരൊക്കെയോ കുറേ പേര്. അങ്ങനെ അവരുടെ എല്ലാം കുറേ ഓർമ്മകൾ ചേർത്ത് പിടിക്കുന്ന ഒരു ചെറിയ കലാരൂപമാണ് ഇവിടെ അരങ്ങേറുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ആ ഓർമ്മച്ചെപ്പിൻ്റെ പൂട്ട് തുറന്ന് ഞങ്ങൾ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങോട്ടേക്ക്. എല്ലാവർക്കും സ്വാഗതം.